ഇനി മോള് പൊയ്ക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മോള് വെറുതെ അടുപ്പിനടുത്ത് നിന്ന് ചൂട് കൊള്ളണ്ട. ഇതാ മീരാൻറ്റി രാധമ്മയുടെ കുഴപ്പം. കിച്ചണിൽ 2 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ഓടിക്കും. മോള് വെറുതെ ചൂട് കൊണ്ട് കറുക്കണ്ടെന്ന് കരുതിയിട്ടല്ലേ? ഓ, അത് നല്ല കണ്ടുപിടുത്താ. അപ്പൊ രാധമ്മ ചൂടുകൊണ്ട് കറക്കില്ലേ? ഞാനേ കറുത്താലും സാരമൊന്നുമില്ല. എനിക്ക് മക്കളും ചെറുമക്കളും ഒക്കെ ആയില്ലേ. മോള് ചെറുപ്പമല്ലേ. പെൺകുട്ടികൾ പാചകം പഠിക്കുന്നത് നല്ലത് തന്നെയാ. അല്ലെങ്കിലേ കുടുംബമാവുമ്പോ 3 നേരം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും. ഹൃദയ മോളെ പാചകത്തിലും മോശമൊന്നുമല്ല. മോളുടെ പാചകത്തിനെ അങ്ങ് വിദേശത്തുനിന്ന് പോലും ഡിമാൻഡാ. ആ, ഞാനും ചെറുപ്പം മുതലേ അടുക്കള കിടന്ന് വേവിക്കുക. എന്നിട്ടേ എനിക്ക് ഇതുവരെ ഒരു സോപ്പ് പെട്ടി പോലും സമ്മാനായിട്ട് കിട്ടിയിട്ടില്ല. രാധമ്മയ്ക്ക് അസൂയ. പിന്നെ നാളെ കുക്കിംഗ് മത്സരത്തില് ഋതിക മാഡത്തിന് 15 ലക്ഷം രൂപ കിട്ടിയില്ലേ? സാരമില്ലടി, നിനക്ക് ഞാന് ഒരു 15 സോപ്പ് പെട്ടി മേടിച്ചു തരാം. വേണുവേട്ടനെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? കേട്ടോ മീരാൻറ്റി, രാധമ്മയ്ക്ക് ഇതുവരെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും രാധമ്മ കാരണ എനിക്ക് നല്ല പാചകക്കാരി എന്നുള്ള പേര് കിട്ടിയത്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാധമ്മയ്ക്ക്. ആ, അത് നേരെ. ഒരു ചായ പോലും നേരെ ഇടാൻ അറിയാത്ത ഋതികയെ രാധമ്മ വലിയൊരാളാക്കിയല്ലേ? എമ്മ ഇവിടെ ചുറ്റിക്കറങ്ങിയുന്നത് എന്തോ ദുരുദ്ദേശത്തോടെയാണല്ലോ. അധികം എടുത്തേ മോളെ. വേവാറായി. അല്ല, എല്ലാരും കൂടി എന്തിനാ ഇവിടെ നിക്കണേ? പായസച്ചോറിന്റെ കാര്യം രാധ നോക്കിക്കോളും. രമ്യമോള് വന്നിട്ട് കുറെ നേരമായില്ലേ? വീട്ടിലന്വേഷിക്കില്ലേ? ഇല്ല, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ വന്നത്. ആ, മീരവാടം വന്നേ, നമുക്ക് മുൻവശത്ത് സെറ്റിൽ പോയിരിക്കാം. ചെല്ലേ. ഫോട്ടോ ക്ലിയർ ആയില്ല. ആ വേണുങ്ങളുടെ കൈ തട്ടിയതാ കുഴപ്പമായത്. തേങ്ങ എടുക്ക. ഇത്ര മതിയോ?